ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമണിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. എമ്പുരാൻ എന്ന സിനിമയെ സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ ആലോചനയ്ക്കായിട്ട് എടുക്കുന്നത്. ആ ആലോചന തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകാം. ക്രൈസ്തവ വേട്ടയെ സംബന്ധിച്ചുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എതിരായിട്ടുണ്ടാകുന്ന ഒരു വിമർശനം നിങ്ങൾ ഒരു ഭാഗത്തു നിന്നാണ് ചിന്തിക്കുന്നത് എന്നാണ്. വാസ്തവത്തിൽ വസ്തുതകൾ പറയുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പക്ഷമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും വർഗീയ വിരുദ്ധമായ, മതരാഷ്ട്ര സങ്കല്പത്തിനെതിരായ, പാവപ്പെട്ടവരോടും ദരിദ്രരോടും ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് നാം വെച്ചു പുലർത്തുന്നുണ്ട് എന്നത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ആനുകാലിക ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ വിശദീകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നവർക്ക് അത് വിരുദ്ധമായി തോന്നാം. അപ്പോൾ കാടടച്ച് നിങ്ങളൊരു പക്ഷം നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാം. പറഞ്ഞതിൽ എന്താണ് വസ്തുതാ വിരുദ്ധം, എന്താണ് ഒരു പക്ഷം ചേർന്നുള്ള കാര്യം എന്ന് വ്യക്തമാക്കിയാൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, അത് വ്യക്തതയോടെ പറയണം. ഒരു വസ്തുത പറയുമ്പോൾ ആ വസ്തുത സത്യവിരുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ പക്ഷം ചേർന്നാണെങ്കിൽ അതിങ്ങനെയല്ലേ എന്ന് ചോദിക്കാം. വർഗീയ വിഭജനവാദ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ലോകത്തെമ്പാടും വർഗീയതയുടെ വിവിധ മുഖങ്ങൾ, തീവ്രവാദ മുഖങ്ങൾ നമുക്ക് കാണാം. അത് എല്ലാ മതസ്വരൂപങ്ങൾക്കകത്തും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ലോകത്ത് ഇസ്ലാമിക തീവ്രവാദമുണ്ട് എന്നത് നിഷേധിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പല രാജ്യങ്ങളിലും ക്രൈസ്തവർ അപ്രകാരം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊരു മതസ്പർദ്ധയിലേക്ക് പോകും വിധമല്ല ചിന്തിക്കേണ്ടത്. മതങ്ങൾക്കകത്ത് ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. മാർപ്പാപ്പയ്ക്ക് തന്നെ പറയേണ്ടി വന്നു, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ചില ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു, തീവ്രവാദ സ്വഭാവമുള്ളവയാണവ, അതുകൊണ്ട് കപ്പൂച്ചിനച്ചന്മാരോട് പ്രത്യേകമായി പിതാവ് പറയുണ്ടായി, അതിനെക്കുറിച്ച് പഠിക്കണം. ഇസ്ലാമിക തീവ്രവാദം ലോകത്തെമ്പാടും വേരൂന്നിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദം യഥാർത്ഥത്തിൽ ഹിന്ദുത്വ തീവ്രവാദത്തെ വളർത്തുന്ന ഒന്നാണ്. തീവ്രവാദം അല്ലെങ്കിൽ അസഹിഷ്ണുതാ മതം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയാണ്. ഇന്ത്യയിൽ ഒരു ക്രൈസ്തവ വിഭാഗം അപ്രകാരം ഹിന്ദുത്വ തീവ്രവാദികളെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ആക്രമിക്കുന്നതായി ഒരു ചരിത്രമില്ല. ഇന്ത്യയാകെ പരിശോധിക്കുമ്പോൾ ഇസ്ലാം തീവ്രവാദികൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതിനും വ്യക്തമായ രേഖകളില്ല. പലപ്പോഴും ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്, ചെറിയ ഗ്രൂപ്പുകൾ അത്തരത്തിൽ പ്രവർത്തിച്ചവരുണ്ടാകാം. പക്ഷേ ഇന്ത്യയാകെ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ഹിന്ദുത്വ സംഘപരിവാർ വളരെ ശക്തമായി ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നുണ്ട്, അതിക്രമങ്ങൾ അരങ്ങേറുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുത നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഈ അടുത്ത ദിവസം ഒഡീഷയിലുണ്ടായ സംഭവത്തിൽ നിങ്ങൾ പാകിസ്ഥാനികളാണ്, മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ വികാരിയച്ഛനെയും കൊച്ചച്ഛനെയൊക്കെ മർദ്ദിക്കുന്നത്. അത് നിയമപാലകരാണ്. ഇതവിടെ മാത്രമല്ല, ഇപ്പോ ചണ്ഡീഗഡിൽ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ദുഃഖ വെള്ളിയാഴ്ച അവധി ദിനമല്ലാതാക്കി മാറ്റുന്നു. ഇത്തരം പ്രവൃത്തികളെല്ലാം പ്രത്യക്ഷത്തിൽ നാം കാണുന്നത് രാഷ്ട്രീയ അധികാരം കൈമുതലാക്കിയ സംഘപരിവാർ ശക്തികൾ നടത്തുന്ന പ്രവൃത്തികളായിട്ടാണ്. ഒഡീഷയിലെ കണ്ടമാൽ നമുക്ക് നേരത്തെ അറിയാം. അതേപോലെ നിരവധിയായ ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 800-ലധികം ക്രൈസ്തവ വേട്ടകളാണ് ഇന്ത്യയിലെമ്പാടും ഉണ്ടായിട്ടുള്ളത്. ഇത് ഹിന്ദുക്കൾ ചെയ്യുന്നതല്ല. ഹിന്ദു മതവിശ്വാസികൾ സഹിഷ്ണുതയുള്ളവരാണ്. ഹിന്ദുത്വയുടെ പേരിൽ രാഷ്ട്രീയ ഹിന്ദുത്വ എന്ന സംഘപരിവാർ മനോഭാവം രാജ്യത്തുടനീളം വ്യാപകമാവുകയും അതിക്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നാം പറയുമ്പോൾ
ഇസ്ലാം തീവ്രവാദത്തെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇസ്ലാം തീവ്രവാദത്തെയും ഹിന്ദുത്വ തീവ്രവാദത്തെയും ഒരേപോലെ നമ്മൾ എതിർക്കും. രണ്ട് തീവ്രവാദങ്ങളും മനുഷ്യത്വ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഇന്ത്യക്ക് അപകടകാരികളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പീഡകൾ നടക്കുന്നതും ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടത്തുന്നതും ഏറ്റവും കൂടുതൽ മതവിദ്വേഷത്തിന്റെ പ്രവൃത്തികൾ രാജ്യത്തെമ്പാടും നടമാടുന്നത് സംഘപരിവാറിന്റെ തണലിലാണ്, സംഘപരിവാർ സംഘടനകളാണ് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇപ്പൊ പലരും നേതൃഭാഗത്തുള്ളവർ പോലും പറയുന്നത് ആരോ ആക്രമിച്ചു എന്നാണ്. ആരോ ആക്രമിച്ചു എന്നല്ല, വളരെ വ്യക്തമായി രാഷ്ട്രീയ ഹിന്ദുത്വയുടെ സംഘടനകൾ, വിവിധ മുഖമൂടികൾ വെച്ച സംഘടനകൾ ആക്രമണം തുടരുന്നു. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളമാണ് ഇപ്പോൾ പറഞ്ഞ ചണ്ഡീഗഡിൽ ദുഃഖവെള്ളിയാഴ്ച അവധി ദിനം അല്ലാതാക്കുന്നതിനെ സംബന്ധിച്ച കാര്യം, പ്രവൃത്തി ദിനമാക്കുന്നതിനെ സംബന്ധിച്ച കാര്യം. വിശ്വാസം നേരിട്ട് ധ്വംസനം ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിനെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ അതിക്രമങ്ങളും നിയമങ്ങളും രാജ്യത്തുണ്ടാകുന്നു എന്നത് കാണാതെ പോകുന്നത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് മാത്രം നിന്ന് ചിന്തിക്കുമ്പോഴാണ്. ഏതൊരു മതവിഭാഗത്തിനകത്തായാലും, അതിപ്പോ ഒരു മതമല്ലാതിരിക്കെ മതരൂപത്തിന്റെ പല ഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന സഭയ്ക്കകത്താണെങ്കിലും അത്തരം ഗ്രൂപ്പുകൾ ഉയർന്നു വരുന്നത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് കാസ ക്രോസ് പോലുള്ള സംഘങ്ങളെ നമുക്ക് എതിർക്കേണ്ടി വരുന്നത്. ഹിന്ദുത്വ തീവ്രവാദത്തിന് വളം നൽകുന്ന രീതിയിൽ ഇസ്ലാമിക സമുദായത്തെ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിഭാഗീയത വർദ്ധിപ്പിക്കുകയും വർഗീയവാദത്തിന് വളം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് അത് പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്രകാരം നമുക്ക് പറയേണ്ടി വരുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു കണ്ണിലൂടെ കാണുന്നത് കൊണ്ട് മാത്രമല്ല. മാനവ സ്നേഹത്തിനെതിരായി ഉണ്ടാകാവുന്ന എല്ലാത്തരം പ്രവൃത്തികളെയും നമുക്ക് വിമർശിക്കേണ്ടി വരും. രണ്ടാമത്തെ ഒരു ഭാഗം, രാജ്യത്തെ ദരിദ്ര ജനകോടികളോടൊപ്പം നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. സഭയുടെ കാഴ്ചപ്പാട് ദരിദ്രരോടും മർദ്ദിതരോടും കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത്തരമൊരു കാഴ്ചപ്പാടോട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് രാജ്യത്ത് ഭരണം നടത്തുന്നവരെയും അവർ നടത്തുന്ന കുത്തക പ്രീണനങ്ങളെയും സ്വകാര്യവൽക്കരണത്തിന്റെ എല്ലാ രൂപങ്ങളെയും എതിർക്കേണ്ടി വരും. അത്തരത്തിൽ എതിർത്ത് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ആ ഒരു പക്ഷം ക്രിസ്തുപക്ഷമാണ് എന്നാണ് എന്റെ ധാരണ. അധ്വാനിക്കുന്നവരോടും ഭാരം വഹിക്കുന്നവരോടും ഒപ്പം നിൽക്കാനും മർദ്ദിത ജനവിഭാഗങ്ങൾക്കൊപ്പം നിന്ന് നീതിക്ക് വേണ്ടി സഹിക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നൊരു യാഥാർത്ഥ്യം മറന്നുപോകരുത്. അതുകൊണ്ട് ഏതെങ്കിലും പക്ഷം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് വിഷയത്തിലാണ് അപ്രകാരം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. പ്രത്യേകിച്ച് ഒരു കാര്യലാഭവുമില്ലാതെ, പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ വിശ്വാസം പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ച് ജീവിക്കുന്ന ഒരാളെന്നാണ് സ്വയമേ എൻ്റെ ബോധ്യം. അതിൽ കുറവുകളുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് പറയാം, എവിടെയാണ് ഇത്തരത്തിൽ മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന ഒരു ചിന്ത നമ്മിൽ നിന്ന് പുറത്തു വരുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും തിരുത്താനും ഞാനും തയ്യാറാകണം. അല്ലാതെ പറയുന്ന കാര്യങ്ങളിൽ ശാഠ്യമുള്ള ഒരാളല്ല ഞാൻ. വിശ്വാസത്തിൽ വന്ന നാളുകൾ മുതൽ നിരന്തരം പരിവർത്തിക്കപ്പെട്ടു പോകുന്ന ഒന്നാണ് എൻ്റെ വിശ്വാസ ബോധ്യങ്ങൾ. ഒരിടത്തും ഉറച്ചു നിന്നിട്ടില്ല. ഉറച്ചു നിൽക്കാത്തത് ക്രിസ്തു എന്ന് പറയുന്നതിലേക്ക് ആഴമായി ശ്രദ്ധിക്കുന്നു, സഭ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നു, സഭയുടെ കാഴ്ചപ്പാടിലൂടെയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് ലോകത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. അത് സത്യവിരുദ്ധമായ ഒന്നായി പോകരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും വിമർശനങ്ങൾക്ക് നമ്മൾ തന്നെ വിധേയനാകുന്നത്. അതിൽ അസ്വസ്ഥതയൊന്നുമില്ല, എങ്കിലും പറയുകയാണ്, നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോൾ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. പറയുന്ന ആളെയും അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ് എന്നൊരു മുൻവിധിയെയും മാറ്റിവെക്കാൻ തയ്യാറായാൽ കുറച്ചുകൂടി വ്യക്തതയോടെ നമുക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ മാനിക്കുന്നു. ആ അഭിപ്രായങ്ങൾക്കൊന്നും എതിരായി നിൽക്കാനല്ല, യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഉതകും വിധം ഈ അഭിപ്രായങ്ങൾക്കകത്ത്
സത്യം കണ്ടെത്താനുള്ള ശ്രമമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എനിക്കും നിങ്ങൾക്കും അതാണ് വിശ്വാസ വഴിയിൽ ഗുണകരമായിട്ട് മാറുക. എമ്പുരാൻ എന്ന ചിത്രത്തെക്കുറിച്ച് തന്നെ പറയാം. ലോകത്ത് നിഗൂഢതകളെ സംബന്ധിച്ച ഒരു അന്വേഷണം മനുഷ്യ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. ഞാനൊരു ചലച്ചിത്ര നിരൂപകനല്ല. ഒരു സിനിമയുടെ എല്ലാ സാങ്കേതിക വശങ്ങളും ചർച്ച ചെയ്ത് അതിന്റെ പോരായ്മകളെ വിധിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയാനോ കഴിവുള്ള ഒരാളാണെന്ന് സ്വയം എനിക്ക് ബോധ്യമില്ല. പക്ഷെ ലോകത്തെമ്പാടും കാണുന്ന എല്ലാ കലാരൂപങ്ങൾക്കകത്തും അതല്ലെങ്കിൽ സാഹിത്യ രൂപങ്ങൾക്കകത്തും നിഗൂഢതകളെ വെളിപ്പെടുത്തുക എന്നൊരു സ്വഭാവം ഉണ്ടാവും. മനുഷ്യരെപ്പോഴും അന്വേഷിക്കുന്നത് നിഗൂഢതകളെയാണ്. അറിഞ്ഞവയേക്കാൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കോൺസ്പിറസി തിയറികൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ശ്രദ്ധയുന്നുക സ്വാഭാവികമാണ്. എമ്പുരാൻ സിനിമയിലെ ചിഹ്നങ്ങളെ സംബന്ധിച്ചും അതിലെ വാക്കുകളെ സംബന്ധിച്ചും ഒക്കെയാണ് വിശ്വാസ വിരുദ്ധമാണവ എന്ന നിലയ്ക്ക് പ്രചാരമുണ്ടായത്. അത്തരത്തിലൊരു പ്രചാരം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചിഹ്നങ്ങളിലൂടെ തിന്മ കടന്നു വരും എന്നൊരു അഭിപ്രായം അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കാണുന്ന ചിഹ്നങ്ങൾ നിങ്ങളെ ബാധിക്കും, ഈ ചിഹ്നങ്ങളൊക്കെ പൈശാചികതയെ കൊണ്ടുവരും എന്ന് പറയുന്ന അബദ്ധ സിദ്ധാന്തം യഥാർത്ഥത്തിൽ വിശ്വാസ വിരുദ്ധമാണ്. പരിശുദ്ധാത്മാവാണ് ജ്ഞാനം നൽകുന്നത്. ആ ആത്മാവ് നിവേശിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിൽ മുദ്രിതരായവരാണ് നമ്മൾ. ലോകത്ത് അതിനെതിരായി എന്തെങ്കിലും കാണുമ്പോൾ ആ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളെ ഭരിക്കുമെന്നാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുക? അതുകൊണ്ട് എല്ലാറ്റിൽ നിന്നും ഓടി അകലാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, ഇത്തരം കാഴ്ചകൾ കാണരുത് എന്നാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിശ്ചയമായും ഈ ലോകത്ത് പിന്നെ ജീവിക്കാൻ സാധ്യമല്ല. എമ്പുരാൻ എന്ന സിനിമയിൽ പൈശാചികമായ പ്രതീകങ്ങളുണ്ട്, ഇല്ലുമാനിറ്റിയുടെ പ്രതീകങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം പ്രതീകങ്ങളൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമെന്നൊരു കാര്യം ആലോചിക്കണം. $1 $1 അതിന്റെ ചിത്രമായിട്ട് ആലേഖനം ചെയ്തിട്ടുള്ളത് ഇല്ലുമിനാറ്റിയുടെ ചിത്രമാണ്. അവർ പറയുന്ന ഐക്കണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഡോളർ മേടിക്കാൻ വേണ്ടി എത്രയോ പാടുപെട്ട ആളുകൾ ഓടി നടക്കും. ഇനി പറഞ്ഞാൽ ഇങ്ങനെ ചിഹ്നങ്ങളെ നോക്കിയാണെങ്കിൽ കോൺസ്പിറസി തിയറികൾ പറയുന്നത് എല്ലാറ്റിനകത്തും പൈശാചികാധിപത്യം ഉണ്ടെന്നാണ്. അത് ഈ പറയുന്ന നെറ്റ്വർക്കിലും അതുണ്ട്. എവിടെ പോയി ഒളിക്കും? ജിമെയിലിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു, ഗൂഗിൾ എന്ന എഴുത്തിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു, മോൺസ്റ്റർ എന്ന് പറയുന്ന സോഫ്റ്റ് ഡ്രിങ്കിൽ അതുണ്ടെന്ന് പറയുന്നു, കൊക്കോകോളയിലുണ്ടെന്ന് പറയുന്നു, പെപ്സി അങ്ങനെ നോക്കിയാൽ വിശ്വാസവിരുദ്ധമാണെന്ന് പറയുന്നു. അങ്ങനെ എന്ത് കണ്ടാലും അതിനകത്ത് ഇങ്ങനെ അബദ്ധ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തും, ലോകത്തെ ഭരിക്കുമെന്ന് പറയുമ്പോൾ ക്രിസ്തു നൽകിയ വിമോചനത്തെ നമ്മൾ എതിർക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയെ തകർത്തുകൊണ്ടല്ല വിമോചനം സാധ്യമാക്കുന്നത്. മനുഷ്യന്റെ ബോധമണ്ഡലത്തെ ക്രിസ്തു ആത്മാവിനാൽ നയിക്കുന്നു. അങ്ങനെ ആത്മാവ് അടിമത്വത്തിൽ നമ്മെ വിമോചിപ്പിക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതുള്ളതൊക്കെ നിഗൂഢതാവാദങ്ങളാണ്. ആ നിഗൂഢവാദങ്ങളുടെ പിന്നാലെ പോയാൽ നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. എല്ലാം സംശയത്തോടെ കാണേണ്ടി വരും. വിശ്വാസം ക്രിസ്തുവിൽ ഉറയ്ക്കുമ്പോൾ സന്ദേഹമില്ലാതെ ലോകത്ത് ജീവിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, ചന്തയിൽ വിൽക്കുന്ന ഏത് മാംസവും മനച്ചാഞ്ചല്യം കൂടാതെ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവിൻ. അന്ന് ബലിയർപ്പിക്കപ്പെട്ട വസ്തുവാണ് വിൽക്കുന്നത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആ വസ്തുവിൽ എന്തെങ്കിലും തിന്മ ഉണ്ടാകുന്ന സംശയം ഉണ്ടായിരുന്നു. ആ സംശയം കൊറിന്തോസുകാരെ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്ലീഹ പറയുന്നത്, ചന്തയിൽ കിട്ടുന്ന ഏത് ഭക്ഷണവും ഏത് മാംസവും മനച്ചാഞ്ചല്യം കൂടാതെ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവിൻ. ഭൂമിയിൽ വിഗ്രഹമെന്നൊന്നില്ല, തിന്മയ്ക്ക് അങ്ങനെ ആധിപത്യമില്ല. ഈ സത്യവിശ്വാസത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. അങ്ങനെയാണ് സ്വാതന്ത്ര്യം പ്രാപിച്ച് ജീവിക്കാൻ പറ്റുക. കാണുന്ന എല്ലാ വസ്തുവിന്റെ പിന്നിലും ഒരു നിഗൂഢതയുണ്ടെന്നും അതെല്ലാം പൈശാചിക മുദ്രയുള്ളതാണെന്നും അങ്ങനെയുള്ളവ വാങ്ങുമ്പോൾ
ഈ പൈശാചികതയ്ക്ക് നമ്മൾ കീഴ്പ്പെടുകയാണെന്നും ഒക്കെ നമ്മൾ ധരിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? കാരണം ഒരു കൂടിക്കലർപ്പാണ് ലോകം. ഒരു രാജ്യത്തും തനതായി നിലനിൽക്കുന്ന ഒന്നില്ല. ലോകത്ത് വിജയം വരിക്കുന്ന കമ്പനികളൊക്കെ ഇങ്ങനെ ഇല്ലുമിനാറ്റിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? വിജയം പിശാചിന്റെ കയ്യിലാണെന്ന്. അത് പിശാചിന്റെ ഒരു കള്ളപ്രചരണമാണ്. ലോകത്തെ ഭരിക്കാൻ പിശാചിന് സാധ്യമല്ല. കാരണം പിശാച് പരാജയപ്പെട്ടയാളാണ്. വിജയാൽ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ വിമോചിതനായി എന്ന് പറയുന്ന നാം എവിടെയെങ്കിലും എന്തെങ്കിലും ചിഹ്നം കാണുമ്പോൾ ആ ചിഹ്നം നമ്മെ ഭരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യവിരുദ്ധമാണെന്ന് മാത്രമല്ല, അത് നമ്മുടെ പ്രത്യാശയെ ദ്രവിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ കാണണം. അല്ലെങ്കിൽ ചിഹ്നങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടാൻ തോന്നും. അങ്ങനെ ഭയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം. ഇല്ലുമിനാറ്റിയുടെ ഒരു കണ്ണുണ്ടല്ലോ, ഒരു ട്രയാങ്കിളിനകത്തുള്ളൊരു കണ്ണ്, പ്രബുദ്ധമായ കണ്ണ്, അല്ലെങ്കിൽ എല്ലാം കാണുന്ന കണ്ണ് എന്ന് പറയുന്ന ആ കണ്ണ് വാസ്തവത്തിൽ കത്തോലിക്ക സഭയിൽ ട്രിനിറ്റിയെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? അത് ത്രികോണത്തിനകത്തൊരു കണ്ണായിട്ടാണ്. അപ്പോ ഇങ്ങനെ ചിഹ്നങ്ങളെ ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കുമ്പോഴോ ആ ചിഹ്നങ്ങൾ അവരുടേതാണെന്ന് പറയുമ്പോഴോ ആ ചിഹ്നങ്ങൾക്കകത്ത് എന്തെങ്കിലും ദിവ്യശക്തിയുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴോ യഥാർത്ഥത്തിൽ ആത്മസ്വരൂപത്തിന്റെ പരമാർത്ഥതയിൽ നിന്ന് നാം വീണുപോകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഭയചകിതരാകേണ്ട കാര്യമില്ലെന്നും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സന്ദേഹാവസ്ഥയിലല്ല, ക്രിസ്തുവിലുള്ള ഉറച്ച ബോധ്യത്തിലാണ് നാം ജീവിക്കേണ്ടതെന്നും ആദ്യം ഓർക്കണം. ഒരു സിനിമയോ ഒരു സാഹിത്യ രൂപമോ ഏതെങ്കിലും കലാവസ്തുവോ നമ്മെ ഭരിക്കുന്നതാണ് എന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ മൗഢ്യമാണ്. ഓരോ സാഹിത്യ രൂപത്തിനും അതിൻ്റെതായ രീതികളും പല രീതികളും കൈക്കൊണ്ടിട്ടാണ്. ബിബ്ലിക്കലായ പല ഘടനാ രീതികളും എഴുത്തുകാർ അവരുടെ വാചകങ്ങളിൽ കൊണ്ടുവരാറുണ്ട്. ബൈബിളിനെ അങ്ങനെ ഒരു സാഹിത്യ രൂപം നിലയ്ക്ക് നോക്കുമ്പോൾ അത് വൈവിധ്യമാർന്ന പലതരത്തിലുള്ള മേന്മയേറിയ സംഭാവനകൾ ലോകത്തിന് നൽകിയിട്ടുണ്ട്. അവയൊക്കെ ലോകം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ പൈശാചികതയുണ്ടെന്നും ഏതെങ്കിലും ഭാഗത്ത് യേശു എന്നുള്ളതിന് പകരം ചെകുത്താൻ എഴുതിയാൽ അത് ചെകുത്താന്റെ വചനമാകുമെന്നും ഒക്കെ തെറ്റിദ്ധരിക്കുന്നത് മൗഢ്യമാണ്. കാരണം എഴുതപ്പെട്ടൊരു വചനമല്ല ക്രിസ്തു. എഴുതപ്പെട്ട ദൈവവചനത്തെ, വാക്കായിരുന്ന വചനത്തെ മനുഷ്യനായി പരിഭാഷപ്പെടുത്തുകയാണ് ക്രിസ്തു. അങ്ങനെ മനുഷ്യത്വത്തിലേക്ക് പ്രവേശിച്ച മാംസമായ വചനത്തെ സ്വീകരിക്കുകയും ആ ക്രിസ്തുവിന്റെ ഭാഗമായി ഈ ലോകത്ത് പ്രകാശിക്കുകയും ചെയ്യാൻ വിളിക്കപ്പെട്ട നാം അന്ധകാരത്തെ ഭയപ്പെടുന്നു, ലോകത്തെവിടെയെങ്കിലുള്ള നിഗൂഢതാ സിദ്ധാന്തങ്ങളെ, കോൺസ്പിറസി തിയറികളെ ഭയപ്പെടുന്നു എന്ന് വന്നാൽ നിശ്ചയമായിട്ടും ക്രിസ്തുവിൽ നമുക്ക് വിശ്വാസം നശിച്ചു പോകുന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടൊരു സിനിമ കണ്ടാൽ നിങ്ങൾ ആകെ പെശകായി പോകും, ഒരു സിനിമ നിങ്ങളെ മാറ്റിക്കളയും, ഒരു സിനിമ കണ്ടാൽ നിങ്ങൾ അക്രമകാരികളാകും എന്നൊക്കെ നമുക്ക് തോന്നുന്നത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നാഥനായ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിന് സമമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും സിനിമകൾ പലപ്പോഴും ഈ നിഗൂഢതാ സിദ്ധാന്തങ്ങളെ പേർന്നവയാണ്. ഇപ്പൊ മന്ത്രവാദത്തിന്റെ സിനിമകൾ, പ്രേതബാധയുടെ സിനിമകൾ, അതേപോലെ ഇത്തരം ഇല്ലുമിനാറ്റി പോലെയുള്ള നിഗൂഢതകളെ സംബന്ധിച്ചുള്ള സിനിമകൾ ലോകത്തെമ്പാടും പ്രചരിക്കുന്നത് മനുഷ്യന് നിഗൂഢതകളോടുള്ള താല്പര്യം കൊണ്ടാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയാനുള്ളൊരു ജിജ്ഞാസ. അങ്ങനെ ഒരു ജിജ്ഞാസ ജനിക്കുകയും അത് കാണുകയും അതൊക്കെ കേവലം കലാവസ്തുവായി അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാവനയായും ഇത്തരം നിഗൂഢതാ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായും തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് ഉണ്ടാകണം. ഇപ്പോൾ കേരളത്തിൽ വന്നൊരു സിനിമ ബ്രഹ്മയുഗമാണ്. അതിനെതിരെ വിമർശനമുണ്ട്. അതുള്ള കാര്യം എന്ന് വെച്ചാൽ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കാണുമ്പോൾ ആ നിഗൂഢതയെ സംബന്ധിച്ചൊരു അറിവ് കിട്ടുന്നു. ആ നിഗൂഢത ഒരു അനുഭവമായി തൽക്കാലത്തേക്കെങ്കിലും മനുഷ്യൻ കരുതുന്നു എന്നതൊഴിച്ചാൽ അതിൽ നിന്ന് എന്തുൾക്കൊണ്ടിട്ടാണ് ജീവിക്കാൻ കഴിയുക? എങ്കിൽ അത്തരമൊരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഇത്രയേറെ വിശ്വാസികളും സമ്പത്തും ഒക്കെ ഉള്ള സഭയ്ക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള കുറെ സിനിമകൾ എടുത്താൽ പോയി. സിനിമ കണ്ട ആൾക്കാർ മാനസാന്തരപ്പെടുവരുന്നല്ലോ. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് കണ്ടിട്ട് മാനസാന്തരപ്പെട്ടവരുണ്ടെന്നാ പറയുന്നത്. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് കണ്ട് മാനസാന്തരപ്പെട്ടിട്ട് ഒരു കാര്യമില്ല.
എന്താണ് പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ മാനസാന്തരപ്പെടാനുള്ള വകയുള്ളത്? ക്രിസ്തു പീഡിപ്പിക്കപ്പെടുന്നതോ? ക്രിസ്തു പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ട് ക്രിസ്തുവിന്റെ പിന്നാലെ പോകാമെന്ന് തീരുമാനിച്ച എത്ര പേർ നമ്മുടെ നാട്ടിലുണ്ട്? നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് മാനസാന്തരം നൽകുന്നതും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും വിശ്വാസ വഴി ഉറച്ചു നിൽക്കാൻ നമ്മെ ബലപ്പെടുത്തുന്നതും. അതല്ലാതെ ജീവിതം കണ്ടല്ലാതെ സിനിമ കണ്ടോ കഥ കണ്ടോ മാനസാന്തരം ഉണ്ടായി എന്ന് പറയാൻ കഴിയും? മാനസാന്തരമുള്ള ഒരാൾ ക്രിസ്തുവിനെ കാണുമ്പോൾ അയാൾക്ക് കണ്ണീരുണ്ടാവും. എനിക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചതെന്ന് ഓർമ്മയുണ്ടാവും. അതല്ലാതെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു സിനിമ കാണുന്നു, ഒരു കഥ അറിയുന്നു എന്നതിലപ്പുറം അയാൾ അത് ഭരിക്കൂ? എങ്കിൽ അത്തരത്തിൽ കഴിയുമായിരുന്നെങ്കിൽ മാനസാന്തരത്തിനുതകുന്ന കഥകൾ നിർമ്മിച്ച് ആ കഥകൾ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ചാൽ പോരെ? സഭ ലോകത്ത് വളർന്നത് കഥകളിലൂടെയല്ല, ജീവിതത്തിലൂടെയാണ്. യേശുവിനെ പിൻചൊന്ന ആളുകൾ ലോകത്ത് തങ്ങളെ തന്നെ അവതരിപ്പിച്ച് അനുഭവപ്പെടുത്തി ലോകത്തിന് മുൻപിൽ പ്രകാശം പരത്തിയപ്പോഴാണ് ക്രിസ്തുവിനെ ലോകത്തിന് കൂടുതൽ തെളിമയോടെ കാണാൻ കഴിഞ്ഞത്. സൈഹിക പാരമ്പര്യവും വിശുദ്ധ പാരമ്പര്യവും ഈ ലോകത്ത് കഥകളല്ല അവതരിപ്പിച്ചത്, ജീവിതമാണ്. ഒരിക്കൽ ഫ്രാൻസിസ് അസീസിയും ലിയോയും കൂടി പ്രസംഗിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. തലേന്ന് ഫ്രാൻസിസ് പറഞ്ഞു, നാളെ നമുക്കൊരു പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു. ലിയോ വളരെ കാര്യമായി തയ്യാറായി. പിറ്റേന്ന് രാവിലെ ഫ്രാൻസിസും ലിയോയും കൂടി യാത്രയായിട്ട് ഇറങ്ങി. ഇപ്പൊ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പോകാം എന്ന് മാത്രമേ ഉള്ളൂ പറയുന്നു. അങ്ങനെ ഫ്രാൻസിസ് നടക്കാം. നഗരമൊക്കെ ചുറ്റി കുറെ നേരം നടന്ന് വൈകുന്നേരം ആയപ്പോ ആശ്രമത്തിലേക്ക് തിരികെ എത്താറായി. ലിയോ ചോദിച്ചു, നമ്മൾ ഇതുവരെ പ്രസംഗിച്ചില്ലല്ലോ. തലേന്ന് തയ്യാറാക്കിയ പ്രസംഗം കയ്യിലുണ്ട്, നമ്മൾ ഇതുവരെ പ്രസംഗിച്ചില്ലല്ലോ. അസീസി പറയുന്നുണ്ട്, നമ്മൾ പ്രഘോഷിച്ചല്ലോ. സുവിശേഷം പ്രഘോഷിക്കുന്നത് ജീവിതം കൊണ്ടാണ്, കഥ എഴുതിയിട്ടല്ല. മാനസാന്തരത്തിന്റെ കഥ കേട്ടാൽ മാനസാന്തരം ഉണ്ടാകില്ല. അത് സ്വന്തം ജീവിതത്തെ തൊടുന്ന ഒരു ജീവിതാനുഭവമായിട്ട് മാറുമ്പോൾ മാത്രമേ മാനസാന്തരം ഉണ്ടാവൂ. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നതിനോ വിശ്വാസം നശിക്കുന്നതിനോ കഥകൾ കാരണമായി മാറുമെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. എത്രയോ കാലങ്ങളായി ലോകത്തെമ്പാടും ക്രിസ്തുവിരുദ്ധമായ എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമകൾ ഒരു ആത്മപ്രകാശനമാണ്. ക്രിസ്തുവിരുദ്ധത എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചതിൻ്റെയും അവരുടെ ബോധ്യങ്ങളുടെയും പ്രകാശനമാണ്. അത് ലോകമെമ്പാടും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയേറെ കത്തോലിക്ക വിരുദ്ധമായ സിനിമകൾ ലോകത്തുണ്ടായി. കേരളത്തിലുണ്ടാകുന്ന സിനിമകൾ പോലെയൊന്നുമല്ല. കൃത്യമായി ക്രിസ്തുവിന് നേർ വിപരീതമായി പറഞ്ഞ കഥകൾ. ഇപ്പൊ കസൻസാക്കീസ് ആദ്യം എഴുതുന്നത് ദി ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ആണ്. അത് ക്രിസ്തുവിന് വിരുദ്ധമായിട്ടുണ്ടായതാ. ദൈവത്വത്തെ മാറ്റിവെച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ക്രിസ്തു പ്രലോഭനങ്ങളെ നേരിടുന്നതിനെ കുറിച്ചാണ് ആ കഥ പറയുന്നത്. അന്ന് എല്ലാ ആശ്രയങ്ങളും എല്ലാ ലോകത്തെ മതതത്വങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാ തരത്തിലും അന്വേഷണങ്ങൾ നടത്തി ആധ്യാത്മിക വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് നീഷയിൽ എത്തിച്ചേർന്ന് അങ്ങനെ ക്രിസ്തു വിരുദ്ധതയിലേക്ക് എത്തിച്ചേർന്ന ഒരാൾ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് എഴുതുന്നത് ദി ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. അത് വായിച്ചപ്പോ ക്രിസ്തു വിരുദ്ധതയാണ് നമുക്ക് അനുഭവപ്പെട്ടതെന്നാണോ പറയണേ? അത് വായിച്ചപ്പോ ക്രിസ്തുവിന്റെ ദീപ്തമായ മുഖമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായത്. മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം സെയിന്റ് ഫ്രാൻസിസ് എന്ന നോവൽ എഴുതുമ്പോ, അസീസിയെ കുറിച്ച് നോവൽ എഴുതുമ്പോ ഈ കസൻസാക്കീസ് പറയുന്നത്, ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ എന്റെ ശിരസിന് മുകളിൽ ഒരു ആണിപ്പഴുതുള്ള കരമുണ്ടായിരുന്നു. കണ്ണീരിൽ കുതിരാത്ത ഒരു പേപ്പറും, ഞാൻ എഴുതിയ ഒരു കടലാസ് തുണ്ടിൽ പോലും കണ്ണീർ നനയാത്തതായി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ക്രിസ്തു പ്രലോഭിതനായിരുന്നു എന്ന് പറയുന്ന കസൻസാക്കീസ് ഫ്രാൻസിസിലെത്തുമ്പോ ഒരു മനുഷ്യൻ പ്രലോഭനങ്ങൾ അതിജീവിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രാൻസിസ് സ്നേഹിച്ചിരുന്നയാളാണ് ക്ലാര.
യുവാവായിരുന്നപ്പോ സന്യാസമുഖമൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് അവളുടെ വീട്ടുപടിക്കൽ ചെന്ന് പാട്ടുപാടിയിരുന്നു, അവളെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ സ്നേഹിച്ചിരുന്ന ഫ്രാൻസിസ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, ദാരിദ്ര്യത്തെ വരിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഉപേക്ഷിക്കുന്ന ഫ്രാൻസിസ് പിന്നീട് സന്യാസമോഹമൊക്കെ ഉണ്ടായി കുറെ കാലം കഴിഞ്ഞ് ക്ലാരയും കുടുംബവും ഒക്കെ സന്യാസത്തിലേക്ക് പോയി കഴിഞ്ഞൊരു കാലത്ത് ഫ്രാൻസിസിനോട് ഫാദർ സിൽവസ്റ്റർ പറയുന്നുണ്ട്, ക്ലാരയ്ക്ക് അങ്ങേ ഒന്ന് കാണണം, ഒന്ന് കണ്ടാൽ മതി. നിങ്ങളുടെ ആശയത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചവരല്ലേ അവരെ ഒന്ന് കാണുന്നതിൽ എന്താണ് തെറ്റ്? അന്ന് ക്ലാരയ്ക്ക് മഠമുണ്ട്. ഫ്രാൻസിസ് പറഞ്ഞു, മണ്ണും വെള്ളവും നല്ലതാണ്, മണ്ണും മഴയും നല്ലതാണ്, പക്ഷേ മഴ മണ്ണിൽ വീണാൽ ചെളിയും. ഫ്രാൻസിസിന്റെ ബോധ്യ. ഫാദർ സിൽവസ്റ്റർ പറയുന്നുണ്ട്, അവർക്കൊന്ന് കാണണമെന്നേ ഉള്ളൂ, മറ്റൊന്നിനുമല്ല. അങ്ങയുടെ ആശയഗതികളെ പിൻചൊന്ന് ഇറങ്ങി വന്ന അവർക്ക് ഒരു ധൈര്യം പകരാൻ ഫ്രാൻസിസ് സമ്മതിക്കുന്നില്ല. എന്നിട്ട് പിന്നെ അവസാനം പറയുന്നത്, സെന്റ് ദാമിയാനോയിൽ വെള്ളപ്പൂക്കൾ വിരിയുന്നൊരു കാലം വരും. മഞ്ഞുമൂടിയ മലനിരയാണ്, അവിടെ ഒരിക്കലും അങ്ങനെ പുഷ്പങ്ങൾ ഉണ്ടാകില്ല എന്ന് ഫാദർ സിൽവസ്റ്ററിന് അറിയാം. അദ്ദേഹം പറയുന്നു, അപ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല. ഫ്രാൻസിസ് പറയുന്നു, ഒരുപക്ഷെ അതിപ്പോഴാകാം. ലിയോ പുറത്തു പോയി നോക്കൂ, വെള്ളപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കൂ. ലിയോ പുറത്തേക്ക് ഓടുന്നു, കുറെ വെള്ളപ്പൂക്കൾ കൊണ്ടുവരുന്നു, പറയുന്നു ചുറ്റും വെള്ളപ്പൂക്കൾ. ഫാദർ സിൽവസ്റ്റർ മുട്ടുകുത്തി പറയുന്നുണ്ട്, ദൈവമേ എന്തൊരു അത്ഭുതം. ഫ്രാൻസിസ് മറുപടി പറയുന്നത്, ഈ കാറ്റും മഴയും എല്ലാം അത്ഭുതമാണ്. നോക്കൂ, ക്രിസ്തു പ്രലോഭിതനായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരാൾ, ക്രിസ്തുവിന്റെ അന്ത്യപ്രലോഭനം എഴുതിയ ദി ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് എഴുതിയ ഒരാൾ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ അകത്ത് ക്രിസ്തു പ്രകാശിക്കുന്നതിന് അടയാളപ്പെടുത്തുന്നത്? പ്രലോഭിതമാണെന്ന് പറയാവുന്ന സാഹചര്യങ്ങളുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്ന ക്ലാരയുമായുള്ള സമാഗമനത്തിന്, ഒന്ന് കാണുന്നതിന് തടസ്സം നിൽക്കുകയും ദൈവത്തെ പ്രതി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന വിശുദ്ധിയുടെ ഒരു ശുഭ്ര നക്ഷത്രമായി ഫ്രാൻസിസിനെ അവതരിപ്പിക്കുന്നത് കസൻസാക്കീസാണ്. അപ്പൊ അതുകൊണ്ട് എഴുത്തുകാരന്റെ ഭാവനയോ എഴുത്തുകാരന്റെ ശൈലിയോ അയാൾ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളോ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുമെന്ന് പറയുന്നത് അബദ്ധമാണ്. കാണുന്ന ചിത്രങ്ങളൊക്കെ നമ്മെ ബാധിക്കുന്നവയാണെങ്കിൽ പിന്നെ കണ്ണുപൂട്ടി നടക്കേണ്ടി വരും. കാരണം നമുക്ക് കാണാൻ കഴിയാത്ത അഹിതമായ 100 കാഴ്ചകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റില്ല, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് നമുക്ക് വാങ്ങി കുടിക്കാൻ പറ്റില്ല, എന്തിന് മിനറൽ വാട്ടറും കുടിക്കാൻ പറ്റില്ല. എല്ലാത്തിനും നമ്പറും ചിഹ്നവും ഒക്കെ നമ്മൾ കണ്ടെത്തും. അതുകൊണ്ട് നിഗൂഢതാ സിദ്ധാന്തങ്ങളെ തള്ളി യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ തെളിച്ചത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. നമ്മെ ഭരിക്കാവുന്ന ഒരു നിഗൂഢതയും ലോകത്തില്ല. നമ്മുടെ മേൽ ആധിപത്യം പുലർത്താവുന്ന ഒരു നിഗൂഢതയും ലോകത്തില്ല. ലോകം എപ്പോഴും പണാധിപത്യത്തിന് കീഴിലാണ്, ലോകം എപ്പോഴും പ്രശസ്തിയുടെ കീഴിലാണ്, ലോകം എപ്പോഴും സുഖവാസനയുടെ കീഴിലാണ്. ഈ ലോകമധ്യത്തിൽ ലോക സാമാന്യതയെ വെല്ലുന്ന ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ സഭയ്ക്കകത്ത് നമുക്ക് കഴിയണം. അതിന് വിശ്വാസത്തിൽ ഉറച്ച ബോധ്യത്തോടെ പോവാണ് വേണ്ടത്, നിഗൂഢതകളുടെ പിന്നാലെ പായുകയല്ല വേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇനി എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പേരെഴുത്തിന്റെ അവിടെയാണല്ലോ തുടങ്ങിയത്. അവിടെ എല്ലാ അക്ഷരങ്ങൾക്കിടയിലും ഒരു ഡോട്ടുകളുണ്ട്. 2 A നിറം മാറ്റി എഴുതിയിട്ടുണ്ട്, അവയ്ക്കിടയിൽ ഒരു ഡോട്ടുണ്ട്. അതേപോലെ L2 എന്ന് എഴുതിയേക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. എന്നിങ്ങനെ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആളുകൾ. ഇത്തരം വീഡിയോകൾ എത്ര വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ കിട്ടും. കാരണം ഇത്തരം നിഗൂഢതകൾ പറയുന്ന എല്ലാ ചിഹ്നങ്ങളെയും പൈശാചികമാണെന്ന് അടയാളപ്പെടുത്തുന്ന തരത്തിൽ, ഭയപ്പെടുത്തുന്ന തരത്തിൽ സന്ദേഹം ജനിപ്പിക്കുന്ന നിരവധിയായ വീഡിയോകൾ. അതൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. അതെല്ലാം അവരവരുടെ തോന്നലുകളും ഭാവനയും അവരവരുടെ വ്യാഖ്യാനങ്ങളും മാത്രമാണ്. അവയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ.
ഒരു പൈശാചിക ആരാധനയെ സംബന്ധിച്ച കാര്യം പറയണം, അല്ലെങ്കിൽ പൈശാചിക ആരാധനയുടെ അബദ്ധം പറയണം എന്നുണ്ടെങ്കിലും പൈശാചിക ആരാധനയുടെ ചിത്രങ്ങൾ, ചിഹ്നങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. മദ്യപാനത്തിൽ നിന്ന് മോചനം നേടണമെന്ന നിലയ്ക്കുള്ള ഒരു സിനിമയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കലാവസ്തുവാണെന്നിരിക്കട്ടെ, അത് അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് മദ്യപാനം വരും, അതിലുപയോഗിക്കുന്ന മദ്യത്തിന്റെ കുപ്പിയിലുള്ള ചിത്രം വരും, അതൊക്കെ അതിനകത്തുണ്ടാവും. പുകവലിയാണെങ്കിൽ പുകവലിയെ കാണിക്കേണ്ടി വരും, ആ സിഗരറ്റിന്റെ പാക്കറ്റ് കാണിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് കണ്ടാൽ ആ ചിത്രങ്ങളിലേക്കാണ് കുടുങ്ങിപ്പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമ കാണുന്നില്ല, അല്ലെങ്കിൽ കലാവസ്തുവിനെ ആസ്വദിക്കുന്നില്ല, ഈ ചിഹ്നങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു എന്നർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രയോ നാളുകളായി സിഗരറ്റിന്മേൽ എഴുതി വെച്ചിട്ടുണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അതിലുള്ള ചിത്രമൊക്കെ ക്യാൻസർ വന്ന ആളുകളുടെ പടമാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പക്ഷേ ആരും ആ ചിഹ്നത്തിലേക്ക് നോക്കുന്നേയില്ല, അതിനകത്ത് അവരുടെ ഇഷ്ടത്തിലേക്ക് മാത്രം നോക്കും. അപ്പൊ അതുകൊണ്ട് മദ്യപാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മദ്യം കാട്ടേണ്ടി വരും, മദ്യപിക്കുന്ന രംഗം കാണിക്കേണ്ടി വരും. അതെല്ലാം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അതിന്റെ പിന്നിലുള്ളത് ഇപ്രകാരം അർത്ഥമറിയാത്ത ആട്ടം മാത്രമാണ്, കൃത്യതയുള്ളതല്ല. എ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൈശാചിക ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കോഡല്ല. അത് പറയാൻ കാരണം നമ്മൾ കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കണമല്ലോ. എ എന്ന് ഒരു പൈശാചിക ആരാധനയുടെയും ചിത്രത്തിലില്ല. ഉള്ളത് എ ദെയർഫോർ എന്നാണ്. അതൊരു ലാറ്റിൻ പദത്തിന്റെ ചുരുക്കെഴുത്താണ്. അത് ഒരു പൈശാചികതയുമായി ബന്ധപ്പെട്ട ആരാധനയുടെ ഭാഗമായുണ്ടായിരുന്ന ഒരു സംഘടനയുടെ പേരാണ്. അർജന്റീനിയം ആസ്ട്രം എന്ന് പറയുന്നതിന്റെ ചുരുക്കെഴുത്താണ്. പക്ഷെ അതിനിടയ്ക്ക് ഡോട്ടല്ല ഉള്ളത്. എ ദെയർഫോർ 3 കുത്തുകളാണ്. എ ദെയർഫോർ അങ്ങനെയാണ്. ഒരു ലാറ്റിൻ പദമാണ്. ഇനി സിനിമയുടെ പ്രവർത്തകർ ഇങ്ങനെ അർജന്റീനിയം ആസ്ട്രം എന്ന് പറയുന്ന അതിന്റെ കോഡാണ് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. അത് അവരാണ് വിശദീകരിക്കേണ്ടത്. പക്ഷേ ഈ അർജന്റീനിയം ആസ്ട്രം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. വ്യക്തമായി അതാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല, കാരണം ഡോട്ടേ ഉള്ളൂ. ദെയർഫോർ എന്ന് പറയുന്ന 3 കുത്തുകളില്ല. യഥാർത്ഥത്തിൽ ആ 3 കുത്തുകളാണ് ഈ പൈശാചിക ആരാധനയെ സംബന്ധിച്ച് പറയുന്നത്. ഇനി എന്താണ് അർജന്റീനിയം ആസ്ട്രം എന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു ആലോചന നമുക്കൊന്ന് പങ്കുവയ്ക്കാം. അർജന്റീനിയം ആസ്ട്രം എന്ന് പറഞ്ഞാൽ വെള്ളി നക്ഷത്രം എന്നാണ് അതിന്റെ അർത്ഥം. ലാറ്റിൻ വേർഡാണ്. 1907 അലിസ്റ്റർ കോളി എന്ന് പറയുന്ന ഒരാൾ ഒരു മാജിക് താന്ത്രിക ഓർഡർ ഉണ്ടാക്കുന്നു. 1907 തലേമ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയ ഒരു പദ്ധതിയാണ് അർജന്റീനിയം ആസ്ട്രം എന്ന് പറയുന്ന ഈ ഓർഡർ പിൻപറ്റിയിരുന്നത്. ആത്മീയ ഉന്നമനം, രഹസ്യജ്ഞാനം, വിജ്ഞാനം, മാന്ത്രികമായ ആചാരങ്ങൾ എന്നിവയിലൂടെ വ്യക്തിത്വത്തെ ഉയർത്താൻ കഴിയും എന്ന ഒരു ലക്ഷ്യമാണ് അർജന്റീനിയം ആസ്ട്രം എന്ന് പറയുന്ന ഈ സംഘടന വെച്ചു പുലർത്തിയിരുന്നത്. തലേമ എന്ന് പറയുന്ന ആശയം പറയുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുക. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഒരു തലേമയും ഒന്നുമില്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇഷ്ടപ്പെട്ടൊരു ലോകം കെട്ടിപ്പടുക്കാനാണോ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കാനാണോ? ഇഷ്ടപ്പെട്ടൊരു ലോകമാണ് പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം പറയുമ്പോൾ തന്നെ നമുക്ക് സ്വതന്ത്രതയോടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം എന്നാണ് വ്യക്തിത്വ മൂല്യങ്ങൾ ഉയർന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപരോന്മുഖമാകണമെന്നത് പാടെ ഉപേക്ഷിച്ചു, ക്രിസ്തുവിലാകണമെന്നത് ഉപേക്ഷിച്ചു. വിശ്വാസിയാണെന്ന് പറയുമ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുക, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നത് പരമപ്രധാനമായി കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ തലേമ എന്ന് പറഞ്ഞിട്ടല്ല, മനുഷ്യ സഹജമായൊരു വാസന അതിന്റെ പുറകിലുണ്ട്. സ്വന്തം ഇഷ്ടമാണ് പരമപ്രധാനം. ആ സ്വന്തം ഇഷ്ടത്തെ വെടിയുന്നതിന്റെ പേരാണ് വിശുദ്ധ കുർബാന. കുർബാനയിൽ ബലിയർപ്പണം. ക്രിസ്തുവിൽ ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ക്രിസ്തു വിരുദ്ധമായ ലോകത്തിന്റെ ഒരു ആശയം തലേമ വെച്ച് പുലർത്തുന്നുണ്ട്. ഇഷ്ടപ്പെട്ടതുപോലെ, ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുക എന്ന് പറയുന്നൊരു കാര്യം. അത് വിശ്വാസ വിരുദ്ധമാണ്. പക്ഷേ
അത് തലേമ പറയുന്നത് മാത്രമല്ല, ലോകക്രമം തന്നെ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാഭാവികത തന്നെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാകുമ്പോൾ അവരോട് പങ്കുചേരാൻ ആളുകൾ ഉണ്ടായേക്കാം. പക്ഷെ വിശ്വാസം സ്വീകരിച്ച് നമ്മെ സംബന്ധിച്ച്, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ച് ഇത്തരം അബദ്ധബോധ്യങ്ങൾ നമ്മെ പിടികൂടുമെന്ന് വിശ്വസിക്കുന്നത്, ഏതെങ്കിലും ഒരു ചിത്രം കാണുമ്പോൾ, രണ്ടെഴുത്ത് കാണുമ്പോൾ നമ്മളെ അത് വശീകരിക്കുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മാവ് നമ്മെ നേടിയെന്നതിനും ക്രിസ്തു കുരിശുമരണം വഴി നമ്മുടെ മേൽ മുദ്ര പതിച്ചുവെന്നും നമ്മെ രക്ഷിച്ചുവെന്നും വിമോചിപ്പിച്ചുവെന്നും പറയുന്നതിന് നേർവിപരീതമാണ്. ഈ തലേമ ഇങ്ങനെ പറയുമ്പോഴും, ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോഴും, സത്യമായി എന്താണ് ഇച്ഛ, യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത് എന്താണ്, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ്. സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കുക എന്ന് അവരും പറയുന്നില്ല. സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചല്ല. സ്വന്തം ഇച്ഛയ്ക്കെന്ന് പറയുമ്പോൾ ഇച്ഛ സത്യരൂപമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സത്യമായ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ കഴിയണം. സ്വതന്ത്രമായി ഇഷ്ടം പോലെ ജീവിക്കുക എന്ന് പറയുന്ന നിലപാടല്ല തലേമ എന്ന് പറയുന്ന ആശയം പറയുന്നത്. തലേമ ഒരിക്കലും ക്രിസ്തുവിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ഈജിപ്ഷ്യൻ ദൈവങ്ങളെയാണ്, 3 ദൈവങ്ങളുണ്ട് പ്രധാനമായിട്ടും. അത് ഈജിപ്ഷ്യൻ ദേവതാ സങ്കല്പത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഒരു ദേവത ന്യൂയിറ്റ് ആണ്, ആകാശ ദേവത അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ സ്ത്രീ എന്നാണ് അതിനർത്ഥം. ന്യൂയിറ്റിന്റെ പരിപൂരകനായ ഹാദിറ്റ് ഓരോ മനുഷ്യനെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന ജ്വാലയാണ് ഈ ഹാദിറ്റ് എന്ന് പറയുന്നത്. ഇനി റാഹൂർ ഹാബിറ്റ് ഹോറോസ് ദേവന്റെ രൂപമാണ്. പുതിയ യുഗത്തിന്റെ ദേവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ അത് ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ചില സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദേവതാ സങ്കല്പം അവർക്കുള്ളത്. അലിസ്റ്റർ ക്ലോറി ഒരു പുതിയ യുഗത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നു എന്നത് ചരിത്രത്തിലുള്ള കാര്യമാണ്. പക്ഷെ അതുമായി ഈ പറഞ്ഞ സിനിമയ്ക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് എഴുതിയിട്ടുള്ള വാക്കിന് ഈ അർത്ഥമില്ല, ഈ അക്ഷരങ്ങൾക്ക് ഈ അർത്ഥമില്ല. ഇത്തരത്തിലുള്ള നിഗൂഢതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചൂണ്ടുന്ന എന്തെങ്കിലുമൊക്കെ സിമ്പലുകൾ ഈ സിനിമയുടെ പേരിലോ സിനിമയ്ക്കകത്തോ ഒക്കെ വെക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു നിഗൂഢതയിലേക്ക് എത്തി നോക്കാനുള്ള മനുഷ്യന്റെ ജിജ്ഞാസയെ വളർത്താൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അക്ഷരം വായിച്ചതുകൊണ്ടോ അക്ഷരം കണ്ടതുകൊണ്ടോ അത് പൈശാചിക ആരാധനയുടേതാണെന്ന് സമർത്ഥിക്കാവുന്ന ഒരു കാര്യവും നമ്മുടെ കൈവശമില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു നിഗൂഢത ശേഷിപ്പിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം അത് വിശ്വാസവിരുദ്ധം. നമുക്കൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായി ആരോപിക്കാൻ കഴിയുന്നില്ല. ഒരു സന്നിഗ്ധാവസ്ഥയെ നിർത്തുന്നു, ഒരു സന്ദേഹത്തിൽ നമ്മളെ കൊണ്ടുപോയി നിർത്തുന്നു. എന്തെങ്കിലും കുഴപ്പമാവോ, ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? ശങ്കാവിഷം എന്ന് പറയുന്ന വിഷത്തെ പോലെ വേറൊരു വിഷമില്ല. നിങ്ങൾക്ക് ധൈര്യമായി ജീവിക്കാം, ചന്തയിൽ വിൽക്കുന്ന ഏത് മാംസവും വാങ്ങി ഭക്ഷിക്കാം, നിങ്ങൾക്ക് എവിടെയും ജീവിക്കാം, ആരുടെ കൂടെയും ജീവിക്കാം. ഹൃദയത്തിൽ ക്രിസ്തു ഉള്ളത് ഒഴിവാക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നയിക്കാൻ കഴിയും. നിങ്ങൾ സ്വതന്ത്രരാണ്, ആർക്കും നിങ്ങളെ അടിമപ്പെടുത്താൻ കഴിയില്ല. ക്രിസ്തു നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള നിഗൂഢതാ സിദ്ധാന്തങ്ങൾക്കകത്തേക്ക് വിശ്വാസത്തെ വലിച്ചഴിച്ചു കൊണ്ടുപോകല്ല വേണ്ടത്. ഇനി ഏറ്റവും എന്ന് എഴുതിയിട്ടുള്ളത് നിഗൂഢതാ സിദ്ധാന്തങ്ങളുടെ ഭാഗമായിട്ട് പറയുന്നത് അത് ബ്രദർഹുഡ് ഓഫ് സാത്താൻ എന്ന് പറയുന്ന ഒരു ചിഹ്നത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ടാണെന്നാണ്. അത് പൂർണ്ണമായിട്ട് അത് എടുത്തിട്ടുണ്ടെന്നല്ല, ഒരു ഭാഗം എടുത്തിട്ടാണ് L2 എന്ന് എഴുതിയിട്ടുള്ളത്. അതും ഇങ്ങനെ പൈശാചികതയെ ആരാധിക്കാൻ വേണ്ടിയാണെന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും നമുക്ക് സംശയം ഉണ്ടാകാൻ തുടങ്ങിയാൽ നമ്മൾ തന്നെ ഒരു സന്ദേഹാവസ്ഥയിലാവും. നമുക്ക് കാണുന്നതിലൊക്കെ സംശയം തോന്നാൻ തുടങ്ങും. അങ്ങനെയാണല്ലോ ആനയുടെ പടം വീട്ടിലിടാൻ പാടില്ല, കറണ്ട് തൂക്കാൻ പാടില്ല, അതിൽ നിന്ന് തിന്മ വരും. അങ്ങനെ വീട്ടിൽ മറ്റുള്ളവർ തരുന്ന വസ്തുക്കൾ കൊണ്ടുവന്ന് വയ്ക്കരുത്, അതിൽ കൂടി വരും. അങ്ങനെ എല്ലാറ്റിനകത്തും ഇങ്ങനെ തിന്മയും എന്തോ ഒരു തിന്മയുടെ സ്വാധീനവും നമ്മളെ നിരന്തരം വേട്ടയാടുന്നു എന്ന് പറയുന്ന സമീപനം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയാണ്. അപ്പൊ വിശ്വാസത്തെ തകർക്കുന്നത് ഇത്തരം ചിഹ്നങ്ങളാണോ, ഇത്തരം നിഗൂഢതാവാദങ്ങളാണോ എന്ന് പരിശോധിക്കണം. നമ്മെ ഒരു സന്ദേഹാവസ്ഥയെ കൊണ്ട് നിർത്തുക. നീ സ്വതന്ത്രനാണ്, ധൈര്യമായിരിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രിതനായ നിന്റെ മേൽ ഒരു പൈശാചിക തിന്മയ്ക്കും അധികാരമില്ലെന്നും നീ ക്രിസ്തുവിൽ വിമോചിതനാണെന്നും നീ എങ്ങനെയായിരിക്കുമ്പോഴും, നീ കുറവുള്ളവനായിരിക്കുമ്പോഴും, പാപത്തിൽ വീഴുമ്പോഴും കൈവിടാത്തൊരു ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നും അവന്റെ പരിരക്ഷയിലാണ് നിന്റെ ജീവിതമെന്നും വിശ്വാസിയെ ഉറപ്പിക്കേണ്ടതിന് പകരം എല്ലായിടത്തും പ്രശ്നമാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു നൽകിയ വിമോചനത്തെ തിരസ്കരിക്കുന്ന ഒരു ഭാവമാണ്. അത് വിശ്വാസ വിരുദ്ധമായൊരു കാര്യമാണ്. ഇനി 666 പറയുമല്ലോ, അതായത് ലൂസിഫർ സിനിമയിലും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കാറിന്റെ നമ്പർ 666 ആയിരുന്നു.
666 അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു പൈശാചിക നമ്പറാണ്. വെളിപാട് 13:18 പറഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത്. വെളിപാട് 13:18 എന്താണ് എന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ പഠനം അറിയാതെ ഇപ്പോഴും ഈ 666 പിശാചിന്റെ ചിഹ്നമാണെന്ന് കരുതിയിരിക്കുകയാണ്. നമ്മളതിനെ ഭയന്നിരിക്കുകയാണ്. 666 ആ നമ്പർ കേട്ടാൽ ഒരു പൈശാചിക തിന്മയുമായി ബന്ധമുള്ള ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കും. ആ 3 എവിടെയെങ്കിലും കണ്ടാൽ നമുക്ക് പേടിയാണ്. ഇത് വെളിപാട് ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട് ഈ നമ്പറിനെ കുറിച്ച് എന്നാണ് പറയുന്നത്. വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള ആലോചനകൾ നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിവെച്ചാണ്. അതിലേക്ക് വരാം. വെളിപാട് ഗ്രന്ഥത്തെ നമ്മൾ സാധാരണ രീതിയിൽ വായിച്ചെടുക്കരുത് എന്ന് സഭ പറയാൻ കാരണം വെളിപാട് പുസ്തകത്തെ അങ്ങനെ ഗ്രഹിക്കാവുന്ന ഒരു കാര്യമല്ല. അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലവും എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണം. യഥാർത്ഥത്തിൽ വെളിപാട് 13:18 പറയുന്നത് നീറോയെ കുറിച്ചാണ്. നീറോ ചക്രവർത്തിയെ കുറിച്ചാണ് ഈ 666 എന്ന് പറയുന്ന കാര്യം പറയുന്നത്. അത് നീറോയുടെ നമ്പറാണ്. ഒരു രാജാധികാരം വിശ്വാസത്തെ അടിച്ചമർത്തുമ്പോൾ അത് എതിർ ക്രിസ്തുവാണെന്ന്, ആന്റി ക്രൈസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയാണ് നീറോയുടെ പേരിന്റെ നമ്പർ പറയുന്നത്. ഇനി വേറൊരു കാര്യം നമ്മൾ പറയാം. നീറോയുടെ പേരിന്റെ നമ്പർ പറയുമ്പോഴും ഈ സംഖ്യാശാസ്ത്രത്തിന് നമ്മൾ എതിരാണ്. വിശ്വാസം അനുസരിച്ച് സംഖ്യാശാസ്ത്രം ഒരു അന്ധവിശ്വാസമാണ്. പേരിന്റെ നമ്പർ കൂട്ടിയിട്ട് ഇത് ഒറ്റയാണോ ഇരട്ടയാണോ എന്നൊക്കെ നോക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടിക്ക് തന്നെ വിശ്വാസം എതിരാണ്. ഇനി അങ്ങനെ പറയാൻ കാരണം, അന്ന് അവിടെ അങ്ങനെ രേഖപ്പെടുത്താൻ കാരണം, അന്ന് സംഖ്യാപരമായ ശ്രദ്ധയുണ്ടായിരുന്നു. പല പുരാതന ഭാഷകളിലും അക്ഷരങ്ങൾക്ക് സംഖ്യകളുമായി ബന്ധമുണ്ടായിരുന്നു. സംഖ്യകൾ ഉപയോഗിച്ചാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ നിന്നാണ് നാമസംഖ്യ എന്ന പ്രയോഗം വരുന്നത്. ഓരോ അക്ഷരത്തിനും ഒരു സംഖ്യാമൂല്യം കൽപ്പിച്ചിരുന്നു. ഈ പറഞ്ഞ മൂല്യങ്ങളൊക്കെ കൂട്ടി ഒരു പേരിന്റെ മൂല്യം നിശ്ചയിക്കുന്ന ഒരു പതിവ് പണ്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ചരിത്രപരമായ ബന്ധം ഓരോ എഴുത്തിന്റെ പിന്നിലുണ്ടെന്ന് പറയാൻ കാര്യം അതാണ്. അങ്ങനെ 666 എന്ന് പറയുന്നത് നീറോ സീസറിന്റെ പേരിന്റെ നമ്പറാണ്. അക്ഷരങ്ങളുടെ മൂല്യത്തെക്കുറിച്ചുള്ള വിശദമായിട്ട് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ നീറോ എന്ന പേരിന്റെ അക്ഷരങ്ങൾ കൂട്ടിയാൽ, അതിന്റെ മൂല്യം കൂട്ടിയാൽ 666 വരും. സകല ഭക്ഷണത്തരങ്ങളുടെയും ക്രിസ്തുവിരുദ്ധതയുടെയും മൂർത്തിഭാവമായിരുന്നു നീറോ. മരിച്ചിട്ടും ജീവിക്കുന്നെന്ന് കരുതപ്പെടുന്ന നീറോ ക്രിസ്തുവിന്റെ എന്നേക്കുമുള്ള പ്രതിയോഗിയായി ചിത്രീകരിക്കുകയാണ് ഈ നമ്പറിലൂടെ. അതുകൊണ്ട് രണ്ടു തരത്തിൽ നമുക്ക് കാണാൻ. ചരിത്രപരമായി നീറോയെ കുറിച്ചാണ് പറയുന്നത്. ഇനി ക്രിസ്തുവിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറയും. ഇനി 666 പ്രത്യേകത 6 ഒരു അപൂർണ സംഖ്യയാണ്, പൂർണ്ണതയല്ല. അതിന്റെ 3 കൂടുന്ന 666 എന്ന് പറയുമ്പോൾ തികച്ചും അപൂർണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ 666 ഉപയോഗിക്കുന്നത്. ബിബ്ലിക്കലായ കാഴ്ചപ്പാട് അതാണ്. അതല്ലാതെ അതിലൂടെ തിന്മ വരുമെന്ന് വിശ്വസിക്കുന്നത് ഒരു അബദ്ധമാണ്. നീറോ എങ്ങനെ കരുതാൻ കഴിയുന്നതാണ്? ക്രിസ്തുവിന്റെ സഭയെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്ന, അതിനുവേണ്ടി എല്ലാ പ്രായോഗിക പദ്ധതികളും ഉണ്ടാക്കിയ നീറോ സാത്താന്റെ പ്രതിരൂപമായി കണക്കാക്കപ്പെട്ടു. അവിടെ നിന്നാണ് വെളിപാട് ഗ്രന്ഥത്തിൽ ഈ സംഖ്യ വരുന്നത്. അപൂർണതയുടെ അല്ലെങ്കിൽ സമ്പൂർണമായ തിന്മയുടെ പ്രതീകമായിട്ട് ഈ സംഖ്യ കാണപ്പെടുന്നു. ഇതാണ് ആ നമ്പറിനകത്തുള്ളത്. അതിലൂടെ പിശാച് കടന്നു വരുന്നു, പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഇത് ഇവിടെ ഈ സിനിമയിൽ വരാനുള്ള കാര്യം, ഇല്ലുമിനാറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിഗൂഢതകളുമായി ബന്ധപ്പെട്ട അബ്രഹാം ഖുറേഷിയുടെ ഒരു തുടർച്ച ഈ സിനിമയ്ക്കുണ്ട് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അബ്രഹാം ഖുറേഷി ആരാണെന്നും എന്താണ് ഇത്തരത്തിൽ ഇല്ലുമാനിറ്റി പ്രവർത്തിക്കുന്നതെന്നും അല്ലെങ്കിൽ എന്താണ് ഈ നിഗൂഢതാ സിദ്ധാന്തങ്ങളുടെ പിന്നിലുള്ളതെന്നും അടുത്ത ഭാഗത്ത് നമുക്ക് സംസാരിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സംഭാഷണം നീണ്ടുപോകുന്നു. ഇത് നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാൻ തടസ്സമാണ്. പക്ഷെ ഇതിങ്ങനെ പറയുമ്പോൾ വ്യക്തതയോടെ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു കുഴപ്പം, നമ്മൾ ഈ അബദ്ധങ്ങളിൽ പോയി കുടുങ്ങും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നിരവധിയായ പ്രസ്ഥാനങ്ങൾ സഭാവിരുദ്ധമായിട്ടുണ്ടായിട്ടുണ്ട്, ക്രിസ്തുവിരുദ്ധമായിട്ടുണ്ടായിട്ടുണ്ട്. പൈശാചിക ആരാധനകളുമായി ബന്ധപ്പെട്ടും സാത്താനിക ആരാധനകളുള്ള അല്ലെങ്കിൽ സാത്താനികമായ രീതികളുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് ഇന്നും നിരവധിയായ ഇടങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധമായ ആരാധനകൾ നടക്കുന്നുണ്ട്. ക്രിസ്തുവിനെ ആക്ഷേപിക്കുന്ന ആരാധനകളുണ്ട്. സാത്താനിക് വർഷിപ്പുകൾ അപ്രകാരമുള്ളവയാണ്. പക്ഷെ അതൊന്നും കണ്ട് കുലുങ്ങേണ്ട കാര്യം നമുക്കില്ല. 2-3 കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ സാത്താനിക് വർഷിപ്പ് ഉണ്ടാകുമ്പോൾ നമുക്കതിൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യമുള്ളത്, അത് വിശ്വാസത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിനെ എതിർക്കുന്ന ഒരു തിന്മ ലോകത്ത് ആഘോഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്.
അപ്പൊ ക്രിസ്തു എന്നും ജീവിക്കുന്നു എന്നതിന്റെ തെളിവാണ് വിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ടൊക്കെയാണ് സാത്താനിക ആരാധനകൾ. ആ സാത്താനിക ആരാധനകൾ വെളിപ്പെടുത്തുന്നത് ഈ പറഞ്ഞ തിരുവോസ്തി യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവാണെന്നാണ്. അതൊരു വിശ്വാസ പ്രഘോഷണമാണ്. ഇനി മാത്രമല്ല, ദൈവം ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെയും എതിർക്കുന്നില്ല, നശിപ്പിക്കുന്നില്ല എന്നുള്ളത് കാണണം. പലപ്പോഴും ആളുകൾ പറയുന്നതൊക്കെ തകരുന്നത് കാണുന്നില്ലേ, ഇവരൊക്കെ പൊട്ടിപ്പോകുന്നത് കാണുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ ദുരിതത്തിലാടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുന്നതും ഒക്കെ വിശ്വാസികൾക്കാണ്. വിശ്വാസികൾ തകർക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ശുഭലക്ഷണം. അപ്പൊ ആരെങ്കിലും സാമ്പത്തികമായി തകരുന്നത് കാണുമ്പോൾ അത് ദൈവം ശപിച്ചിട്ടാണ് എന്ന് കരുതുന്ന നീചമായ ചിന്തയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം ആരെയും അടിക്കാനായിട്ട് നടക്കുന്നില്ല. ശിക്ഷ മരണശേഷമാണ്. ക്രിസ്തുവിനെ അറിഞ്ഞവരിൽ നിന്ന് കൂടുതൽ ചോദിക്കപ്പെടും. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഈ ലോകത്ത് നന്മയുടെ ഭാഗത്ത് ജീവിക്കാൻ കഴിയാണ് വേണ്ടത്, സ്നേഹത്തിന്റെ ഭാഗത്ത് ജീവിക്കാൻ കഴിയാണ് വേണ്ടത്. എല്ലാവരുമായിട്ടും സൗഹാർദ്ദത്തിലും എല്ലാവർക്കും വേണ്ടിയാണ് നമ്മളെന്ന ബോധ്യത്തിലും നമ്മുടെ ജീവിതം അർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ വഴിയിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്ന കാര്യം ഓർക്കണം. അതല്ലാതെ ക്രിസ്തു വിരുദ്ധരാകുന്നവരൊക്കെ തകർക്കപ്പെടും, അവർക്കൊക്കെ കടികൊള്ളുമെന്ന് വിശ്വസിക്കുന്ന ഒരു പഴയ നിയമ കാഴ്ചപ്പാട് നമ്മൾ ഹൃദയത്തിൽ പുലർത്തുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുക. ആ അബദ്ധത്തിൽ നമ്മൾ വീണു പോകാതിരിക്കട്ടെ. നമുക്ക് സിനിമകളായാലും ലോകത്തുള്ളവയായാലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിന്റെ വെളിച്ചത്തിലായിരിക്കണം. കാണുന്ന കണ്ണുകൾ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാനും, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കാനും, ക്രിസ്തുവിനെ പോലെ കൊടുക്കാനും, ക്രിസ്തുവിനെ പോലെ സഹിക്കാനും, ക്രിസ്തുവിനെ പോലെ ത്യജിക്കാനും നമുക്ക് ബലം നൽകുന്നവയായി മാറണം. പരിശുദ്ധാത്മാവിൽ നമുക്കത് സാധിക്കും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.